നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനാസ് അമേസിംഗ് വേൾഡ്. ഇത് ശനിയാഴ്ച ഇടേണ്ടിരുന്ന വീഡിയോ ആണ് കേട്ടോ. എനിക്കന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല, അത് കാരണം ഞാനത് ഇന്നത്തേക്കാക്കിയതാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച രാവിലെ എല്ലാം പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കുകയാണ്. ഞാനൊരു 7:30 ആയപ്പോഴത്തേക്കാണ് അടുക്കളയിലേക്ക് കയറിയത് തന്നെ. രാവിലെ ബാക്കി തൂക്കൽ പരിപാടികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വന്ന് ആദ്യം അരി അടുപ്പത്തിട്ടു. അത് വെന്ത് കഴിഞ്ഞു. ചിക്കൻ വേവിച്ച് വെച്ചു. പിന്നെ അവിയലും വെച്ചു. സാമ്പാറിനുള്ള പരിപ്പും അടുപ്പത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ തലേന്ന് തന്നെ എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചേക്കും. അപ്പോൾ രാവിലെ പെട്ടെന്നുണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പം പിന്നെ കുറച്ച് പാത്രങ്ങൾ അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ സിങ്കിൽ ഒരുപാട് പാത്രം കിടക്കുന്ന കാണുമ്പോൾ ഒരുപാട് ജോലി എനിക്ക് മിച്ചമുള്ളതുപോലെ തോന്നിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കഴുകിയെടുക്കും. ഇത് പിന്നെ അവിയലിനുള്ള അരപ്പാണ് കേട്ടോ. ചെറിയ ഉള്ളിയും ജീരകവും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുത്തു. പിന്നെ പുളിയും കൂടെ ഒന്ന് പിഴിഞ്ഞ് എടുത്ത് കേട്ടോ. പിന്നെ അത് വേവിക്കാനായിട്ട് കഷ്ണമൊക്കെ വെന്തതിന് ശേഷമാണ് ഇതെല്ലാം ഇട്ടത്. പിന്നെ അതും എടുത്ത് വെച്ചു. പിന്നെ പാവയ്ക്ക ഒരു തോരൻ വെക്കാൻ വേണ്ടി അതും അരിയാനെടുത്ത് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്കും പരിപ്പ് വെന്തു. അതിലേക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇന്ന് കുറച്ച് കൂടുതൽ കഷ്ണങ്ങൾ ഇട്ട് കേട്ടോ. അവിയലിനുള്ള കഷ്ണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് ഇട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പം സാമ്പാർ പൊടി, ഉപ്പ്, കായം ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചു. മഞ്ഞൾപ്പൊടി, അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി അതിന് ശേഷം കഷ്ണങ്ങൾ വേകാൻ വേണ്ടി വീണ്ടും ഒന്നും കൂടി വെച്ചു. പിന്നെ അതും കൂടെ വെന്ത് കഴിഞ്ഞപ്പം ഇന്ന് മീൻകറി രാവിലെ നേരത്തെ ആയി ആ സൈഡിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ കറികളും തീർന്നു. ഇനിയിപ്പം അവിയലും വേണം. പിന്നെ ചിക്കനാണ് ഇനി പ്രധാനമായിട്ടുള്ളത്. ഇത് പാവയ്ക്ക അരിഞ്ഞു. പിന്നെ അതിൽ തേങ്ങ, സവാളയും പച്ചമുളകും എല്ലാം അതിൽ തന്നെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ചേർത്തു. എല്ലാം കൂടെ എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും പൊട്ടിക്കാനിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം അതും അടുപ്പത്തോട്ട് വെച്ച് അപ്പോഴത്തേക്കും ഏകദേശം അവിയൽ ആയി തുടങ്ങി കേട്ടോ. കുറച്ച് നേരം കൂടെ ഉണ്ടത് കഷ്ണമെല്ലാം ഒന്ന് വെന്തില്ലായിരുന്നു. പിന്നെ ഇതും ഒന്ന് ഇളക്കി എല്ലാം കറിവേപ്പില എല്ലാം ഇട്ട് അതും വെച്ചു. അടുപ്പത്ത് വെച്ച് അത് കുറച്ച് നേരം ഒന്ന് ആവി കയറി കിട്ടാൻ വേണ്ടി അതങ്ങോട്ട് വെച്ചു. പിന്നെ അരി എടുത്ത് വാർത്തിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വെന്തായിരുന്നു അരി. അപ്പോഴത്തേക്ക് അത് ഒന്ന് വാർക്കാനിട്ടു. പിന്നെ സാമ്പാർ ഇപ്പോഴാണ് കഷ്ണമെല്ലാം കൂടെ ഒന്ന് വേകാനായിട്ട് അങ്ങോട്ടെടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ചാണ് ഓരോന്നും വെക്കുന്നത്. ഒരു അടുപ്പ് ഒഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കയറ്റാനുള്ളത് അടുത്ത റെഡിയാക്കി വെച്ചേക്കും. അങ്ങനെയാണ്. പിന്നെ സാമ്പാറിലേക്ക് പുളിയും ഒഴിച്ചു. പിന്നെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു. അതായത് കഷ്ണം വെന്തതിന് ശേഷമാണ് അത് തുറന്നെടുത്തത് കേട്ടോ. അതിന് ശേഷമാണ് പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ കഴുകി അങ്ങ് തീർക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ജോലി സിങ്ക് ഒഴിയുമ്പോൾ എനിക്ക് എൻ്റെ ജോലി കംപ്ലീറ്റ് തീർന്നെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ പാവയ്ക്കയായി, സാമ്പാറായി. സാമ്പാറിന് പിന്നെ ഒന്ന് കടുക് വറുത്തിട്ടു. അതിൽ ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇടും കേട്ടോ. കടുക് നമ്മൾ താളിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ സ്റ്റൗ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി. കാരണം അപ്പോഴത്തേക്ക് ഇത്രയും നേരത്തെ ജോലികളായി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റൗ ഒക്കെ വൃത്തിയായിട്ട് എനിക്ക് സ്റ്റൗ വൃത്തികേടായിട്ട് കിടക്കുമ്പം ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. വൃത്തികേടെന്ന് ഉദ്ദേശിച്ച് ഈ വീഴുന്ന എണ്ണയും എന്തെങ്കിലും തേങ്ങാപ്പീരയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടാവുന്നത് ഞാനൊന്നും വീഴിപ്പിക്കാതൊക്കെയാണ് പാചകമൊക്കെ ചെയ്യുന്നത്. എന്നാലും കംപ്ലീറ്റ് അതൊന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ എനിക്ക് അടുത്ത എന്തെങ്കിലും ഒന്ന് വെക്കാൻ തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ വെക്കുന്നതിന് മുന്നേ ഇത് എന്താ ഇതിൻ്റെ പേര് പറയുന്നത് എനിക്കറിയാം. ബാറ്റ് പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. പച്ചുവിന് ഭയങ്കര ഇഷ്ടമാണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ആ എണ്ണയിൽ അതൊന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ചിക്കൻ കറി അതിൽ തന്നെ ഉടനെ തന്നെ വെക്കാമല്ലോ എന്ന് വെച്ച് അങ്ങനെ പിന്നെ ആദ്യം അത് വറുത്ത് മാറ്റിയതിന് ശേഷം ചിക്കനുള്ള സവാള എല്ലാം ഞാൻ വെച്ചു. അപ്പോഴത്തേക്കും 10:20 കേട്ടോ സമയം. ഇത്രയും കറികളെല്ലാം ഇതിനോടകം ആയിക്കഴിഞ്ഞു. ഇനി ചിക്കൻ കറി മാത്രമേ ഉള്ളൂ. പാത്രങ്ങളും എല്ലാം കഴുകി തീർത്ത് കംപ്ലീറ്റ് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി ഞാൻ ചിക്കൻ കറി വെക്കുന്ന അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് നേരം കിട്ടിയില്ല. ഞാൻ തൂക്കാൻ വന്ന് അത് കഴിഞ്ഞ് പിന്നെ ചെന്നിട്ടാണ് ചിക്കൻ ബാക്കിയൊക്കെ ചെയ്തത്. ഇവിടെ ഇപ്പം പുളിയിലയൊന്നും അധികം വീഴാത്ത കാരണം എനിക്ക് ഒത്തിരി ഒന്നും തൂക്കാനില്ലാത്ത കാരണം ഇപ്പം ഭയങ്കര മടിയാണ്. ഫ്രണ്ടിലൊക്കെ തൂക്കാൻ അങ്ങനെ എപ്പോഴും ഒന്നും പോകത്തില്ല. പിന്നെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങുന്നത് തന്നെ കുറവാണ്. മുറ്റം കാണുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ ഞാൻ എന്നും ഒന്നും തൂക്കാൻ പോകത്തില്ല. പിന്നെ വന്നപ്പോഴാണ് ഇതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടത്. അതപ്പോൾ ഒന്ന് അടിയിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഈയിടെ അങ്ങോട്ട് വെച്ചതാണ്.
പിന്നെ വേറെ ഈ രണ്ട് പോട്ടിലേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വെള്ളം കിടക്കുന്നത്. അത് മഴവെള്ളം നേരെ വീഴും, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോയി കേട്ടോ. ബട്ട് അങ്ങോട്ട് പോകുന്നത് ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൽ പോകുന്നതിൻ്റെ കാഴ്ചകളാണിത്. തിരിച്ച് ഞാൻ കാറിലാണ് തിരിച്ച് വന്നത്. അപ്പോൾ ഇതങ്ങോട്ട് പോകുമ്പോൾ ചെങ്ങന്നൂരൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ പമ്പയാറുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ പോരുന്നതിൻ്റെ ഇതാണ് കാണിച്ചത് കേട്ടോ. പിന്നെ ഇത് അമ്മയുടെ വീടിൻ്റെ പുറകിൽ തുളസിയും, പുറകിലല്ല, അമ്മയുടെ വീടിൻ്റെ ചുറ്റും തുളസിയും കറിവേപ്പിലയും നിറച്ചുണ്ട് കേട്ടോ. കാട് പോലെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ. തുളസിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കുറേ പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവിടെ അമ്പലത്തിൽ കൊടുക്കണമെന്നൊക്കെ തോന്നി കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക്. പക്ഷേ വരുമ്പോഴത്തേക്കും രാത്രിയാകുമല്ലോ, അത് കാരണം പിന്നെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പോൾ തുളസിയൊക്കെ കണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ നിൽക്കണം. പിന്നെ അമ്മ എനിക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് കുറേ കറിവേപ്പില തരും കേട്ടോ. അപ്പുറത്തെ വീട്ടിലൊക്കെ ഞാൻ കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ എനിക്ക് കുറേ കറിവേപ്പിലയെല്ലാം പറിച്ച് തരികയാണ്. അന്നേരം എനിക്ക് തുളസി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് കേട്ടോ. കറിവേപ്പില അമ്മയുടെ അടുത്ത് മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഞാൻ അമ്മയുടെ വീട്ടിൽ ഇത്രയും തുളസി നിൽക്കുന്ന ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ പൂക്കളൊക്കെ അമ്മയുടെ അവിടെ നല്ലതായിട്ട് നിൽപ്പുണ്ട്. അമ്മ എനിക്ക് ഇതിൻ്റെ ചെടി തന്നിട്ടുണ്ട്. എൻ്റെ അതിനകത്ത് ഇങ്ങനെ വല്ലപ്പോഴും ഒരു പൂ വന്നാലേ ഉള്ളൂ. അമ്മയുടെ അവിടെ ഇങ്ങനെ നല്ലതായിട്ടത് ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ നല്ല ഭയങ്കരമായിട്ട് അവിടെ കിളുത്ത് നിൽപ്പുണ്ട്. ഒന്നും വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് ഈ താഴെ കാണുന്ന അത് ആ ചെടി കുറേ പ്രാവശ്യം അമ്മ എനിക്കിത് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് അടുത്ത ദിവസം തന്നെ വെക്കാൻ പറ്റാറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അത് എന്തെങ്കിലും ഒരു തടസ്സം വന്ന് എനിക്കത് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇത് ഇപ്രാവശ്യം വീണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം. ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോ അല്ലേ. അപ്പം ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പിന്നെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ കാറിനാണല്ലോ വന്നത്. അപ്പോൾ അമ്മയുടെ വീട്ടിലോട്ട് ഞാൻ കൈ വീശി പോവും. തിരിച്ച് വരുമ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങളും കൊണ്ടാണ് വരുന്നത്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.